2024 ഇലക്ഷൻ്റെ 7 ഫേസുകൾ പൂർത്തിയായ ദിവസം തന്നെ രാജ്യത്തെ വിവിധ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകൾ പുറത്തു വരികയുണ്ടായി. എക്സിറ്റ് പോൾ ഫലം പ്രതീക്ഷിച്ചതുപോലെ തന്നെ BJPക്കും NDAക്കും ഭൂരിപക്ഷം കിട്ടുമെന്നും മൂന്നാം തവണയും മോദി അധികാരത്തിൽ വരും എന്നാണ് പറയുന്നത്. എക്സിറ്റ് പോളുകൾ എക്സാക്റ്റ് ഫിഗറായി മാറിക്കൊള്ളണമെന്നില്ല. എങ്കിൽ പോലും ഏകദേശം സൂചകങ്ങൾ നൽകാൻ, ഏത് ഭാഗത്തേക്കാണ് വോട്ടർമാർ തിരിയുന്നത്, എന്താണ് രാജ്യം ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സഹായകമാവാറുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങളെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ജനവിധിയും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അടുത്ത് നടന്ന കർണാടക നിയമസഭ ഇലക്ഷനിൽ എക്സിറ്റ് പോളുകളിൽ ഒക്കെ കോൺഗ്രസിന് 70-80 സീറ്റുകളാണ് പറഞ്ഞിരുന്നതെങ്കിൽ യഥാർത്ഥ ഫലം പുറത്തു വന്നപ്പോൾ BJP പിന്തള്ളപ്പെടുകയും കോൺഗ്രസ് അധികാരത്തിൽ വരികയും അവർക്ക് 100-ൽ പരം സീറ്റുകൾ ലഭിക്കുകയും ചെയ്തു. രാജ്യത്തെ വിവിധ ഏജൻസികൾ നടത്തി പുറത്തുവിട്ട എക്സിറ്റ് പോളുകളെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയോ അല്ലെങ്കിൽ ഏകപക്ഷീയമായി നിരാകരിക്കുകയോ ചെയ്യുന്നത് ശരിയായ ഒരു സമീപനമാണെന്ന് തോന്നുന്നില്ല. നെഹ്റുവിന് ശേഷം മൂന്നാം തവണയും തുടർച്ചയായി അധികാരത്തിൽ വരുന്ന രണ്ടാമത്തെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. എക്സിറ്റ് പോളുകളിൽ പറയുന്ന എക്സാക്റ്റ് നമ്പർ BJPക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാലും 272-300 സീറ്റുകൾ BJPക്കും NDAക്കും കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 4-ാം തീയതി രാവിലെ മുതൽ നമുക്ക് എക്സാക്റ്റ് റിസൾട്ട് ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യ ആര് ഭരിക്കും എന്ന കാര്യത്തിൽ ജനങ്ങളുടെ വിധി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.